ഇന്നലെ ബാലഗോപാൽ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തന്നെ ആ അതിർത്തി ഗ്രാമങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചതാണ്. അവിടെയുള്ള ബങ്കറുകൾ, അവിടെ എങ്ങനെയാണ് അതിർത്തി ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരായ മനുഷ്യർ ഈ ഷെല്ലിംഗ് ഒക്കെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ബങ്കറുകളിൽ അതിന്റെ അഭയം തേടുന്നതൊക്കെ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനപ്പുറം എത്ര പറഞ്ഞാലും നമുക്ക് പരിചിതമല്ലാത്തൊരു സമയമാണ്, സാഹചര്യമാണ്. ഇന്നലെ ആ ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്ത് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു ബാലു? അവിടുത്തെ ഒരു നേർക്കാഴ്ചകൾ എങ്ങനെയായിരുന്നു ബാലു? ആര്യ അത് കാര്യം ചോദിച്ചത് വളരെ നന്നായി. കാരണം എൻ്റെ ജീവിതത്തിലെ ഇങ്ങനൊരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ ഈ ബങ്കറിലൊക്കെ പോയി വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ അന്ന് ഒരിക്കൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇന്നലെ വളരെ പെട്ടെന്ന് 9 മണിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആദ്യ സൈറൺ മുഴങ്ങുന്നത്. തുടർന്ന് ഈ ഭക്ഷണം പോലും കഴിക്കാൻ ഞങ്ങളെ പൂർണ്ണമായി അനുവദിച്ചില്ല. എത്രയും പെട്ടെന്ന് മുറികളിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഞങ്ങളുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ ഷട്ടർ പെട്ടെന്ന് അടയ്ക്കുന്നു. അതിനുശേഷം ഞങ്ങൾ മുറിയിലെത്തിയതിന് ശേഷം ഈ ഇത്തരം ജമ്മുവിൽ ആ സമയത്തായിരുന്നു ഈ ഡ്രോൺ അറ്റാക്കൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ലൈവിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ക്യാമറ എടുത്ത്, ഞാനും ജഗദീഷും കൂടെ ക്യാമറ എടുത്ത് അവിടെ ലൈവിന് വേണ്ടി സെറ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഈ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുന്നു. ആ ഓൺ ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ പ്രകാശം പുറത്തേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പുറത്ത് നിന്ന് ഹോട്ടൽ അധികൃതർക്ക് ഒരു സന്ദേശം ലഭിക്കാനുണ്ടായത്. എത്രയും പെട്ടെന്ന് ആ മുറിയിലുള്ളവരോട് ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് നമുക്ക് പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട്. പിന്നീട് നമ്മൾ ലൈവ് നൽകിയത് പോലും എൻ്റെ മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ നിന്ന് വരുന്ന ഈ വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ ഇതിലാണ് ഞാൻ പിന്നീട് ഈ ലൈവും മറ്റും നൽകിയിരുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ ലൈവ് നൽകുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങ് ദൂരെ ഈ ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു. അതിനിടയിൽ സൈറൺ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഈ കോൺവോയായി പട്ടാള വാഹനങ്ങൾ ഇവിടെ, അതായത് ഈ പരിശോധനകളും മറ്റും നടത്തുകയും ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് ഈ ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പല നിയന്ത്രണങ്ങളും അതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കാരണവശാലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ, അതായത് വീടായിക്കോട്ടെ ഹോട്ടലായിക്കോട്ടെ, അതിൻ്റെ ജനലോ വാതിലുകളോ തുറക്കാൻ വേണ്ടി പാടില്ല എന്നതാണ്. നമ്മളുടെ ഒരു സാന്നിധ്യം, അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവിടെ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നതായി പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കരുത് എന്നുള്ളതാണ്. സൈറൻ വീണ്ടും മുഴങ്ങുകയാണെങ്കിൽ, ഞങ്ങളോട് ഹോട്ടലുകാർ രാത്രി ഒരു 12:30 ആയപ്പോൾ ഞങ്ങളെ വിളിച്ചുണർത്തി പറഞ്ഞത്, ഇനിയും ഇത്തരത്തിലുള്ള സൈറൻ മുഴങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ കട്ടിലിന് അടിയിലേക്ക്, അതായത് കട്ടിലിന് മുകളിൽ കിടക്കരുത്, കട്ടിലിന് അടിയിലേക്കോ അതല്ല എങ്കിൽ മേശയ്ക്ക് താഴെയോ നിങ്ങൾ ഇരിക്കണം എന്നതാണ് പറഞ്ഞിരുന്നത്. പുലർച്ചെ വരെ ഈ സൈറൻ ഒന്നും കേട്ടിരുന്നില്ല. പക്ഷേ ശബ്ദം ശരിക്കും, അതായത് ഈ സ്ഫോടന ശബ്ദങ്ങളും മറ്റും നമുക്ക് അതിർത്തിയിൽ കേൾക്കാമായിരുന്നു. കാരണം അത്രത്തോളം വലിയ ഭീകരമായ ശബ്ദമായിരുന്നു ഈ അതിർത്തിയിലൊക്കെ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഇതിനിടയിൽ പറയാം. ഞങ്ങൾ ഇന്നാണ് രാവിലെ മനസ്സിലാക്കിയത്, ഞങ്ങളോടൊപ്പം വന്ന ഡ്രൈവർ, പൂഞ്ചിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ഡ്രൈവർ, അദ്ദേഹം ഈ ആദ്യ ഇതുണ്ടായപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയി. കാരണം ഇന്ന് രാവിലെ അദ്ദേഹത്തെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം പൂഞ്ചിൽ നിന്ന് പോയി സുരാൻകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലാനാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാരണവശാലും ഇനി പൂഞ്ചിലേക്ക് അദ്ദേഹത്തിന് വരാൻ വേണ്ടി കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് വാക്കുകൾ കൊണ്ട് പൂഞ്ച്, ഉറി, അക്നൂർ മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാന്റെ പ്രകോപനം, അത് ഉറി മേഖലയിൽ ഷെല്ലാക്രമണം ഉറിയിലൊക്കെ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമ്മുടെ മുന്നിലേക്ക്. അപ്പോൾ എത്രത്തോളം സേഫ് ആണ് ഇപ്പോൾ ബാലു നിൽക്കുന്ന പൂഞ്ച് അടക്കമുള്ള സ്ഥലങ്ങൾ? ഇവിടെ നിന്ന് ഒരു ഇവാക്വേഷനൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഈ സർക്കാരിൻ്റെ തലത്തിലൊരു ഇവാക്യുവേഷൻ നടക്കുന്നതായി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആൾക്കാർ സ്വയമായി തന്നെ ഒഴിഞ്ഞു പോകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ പൂഞ്ച്, രജോരി മേഖലകളിൽ ഇന്നലെ മെനഞ്ഞാന്ന് ഈ സംഭവം, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് നടന്നതിന് തൊട്ട് ശേഷം ഈ പകൽ സമയത്തായിരുന്നു ഈ ഷെല്ലിംഗ് ഒക്കെ നടന്നിരുന്നത്. നമ്മൾ ഇന്നലെ ഒരു ഗുരുദ്വാരയിൽ നിന്ന് ഈ ഷെല്ലിംഗ് നടന്ന ഒരു ഗുരുദ്വാരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ആ ഗുരുദ്വാരയിൽ ഷെല്ലിംഗ് നടന്നത് രാവിലെ 10 മണിക്കാണ്. അതായത് ഓപ്പറേഷൻ
ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടക്കുമ്പോഴാണ് ഈ പൂഞ്ചിൽ രാവിലെ 10 മണിക്ക് ഈ ഷെല്ലിംഗ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് രാത്രി മാത്രമല്ല പകലും ഷെല്ലിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പൂഞ്ച് രജോരി സെക്ടർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. ഈ ബങ്കറുകളൊക്കെ ഉള്ളത് ഈ അതിർത്തി മേഖലകളിൽ, നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളിൽ മാത്രമാണ് ഈ ബങ്കറുകളൊക്കെ ഉള്ളത്. ഈ പ്രധാനപ്പെട്ട ഈ നഗരങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബങ്കറോ അങ്ങനത്തെ സംവിധാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അവരൊക്കെ പറയുന്നത്. കാരണം ഇന്നലെ ഞാൻ സംസാരിച്ച പലരും പറഞ്ഞത് അവരൊക്കെ കുറച്ച് ദിവസത്തേക്ക് ജമ്മുവിലേക്കോ പത്താൻകോട്ടിലേക്കോ അമൃത്സറിലേക്കോ പോകും. കാരണം ഇവിടെ ഉള്ളവരുടെയൊക്കെ ബന്ധുക്കൾ കൂടുതലും ഉള്ളത് ആ പ്രദേശങ്ങളിലേക്കാണ്. അങ്ങോട്ടേക്ക് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിത ഇടങ്ങളിലേക്ക്, ബന്ധു വീടുകളിലേക്ക്, സുഹൃത്തുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിർത്തിയിൽ ആ രീതിയിലുള്ള പ്രകോപനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ LOCക്ക് അടുത്തുള്ള ഉറി, അഖ്നൂർ, പൂഞ്ച്, രജൌരി ഈ മേഖലകളിലൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പുറമെ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവനോപാധിക്കൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ. തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കേവലം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നത് മാത്രമല്ല എന്നൊരു വിവരം കൂടിയാണ് ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തത്. കാരണം ആ സാഹചര്യത്തിൽ എങ്ങനെ, അതായത് കട്ടിലിനടിയിൽ കയറി കിടക്കേണ്ട ഒരു സാഹചര്യത്തിൽ എല്ലാ ഡോറുകളും വാതിലുകളും അടച്ച ആളുകൾ അതിനുള്ളിൽ ഇരിക്കേണ്ട ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് അടക്കമാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. ആ സാധാരണക്കാരുടെ ആ ഒരു അവസ്ഥ, ഗതികേട് ഇത് വരുത്തി വെച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളാണ് ഇത്തരത്തിൽ ഇന്ത്യയെ ഒരു പ്രത്യാക്രമണത്തിലേക്ക് നയിച്ചത്. ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനിടയിലും ഈ പറഞ്ഞ പോലെ ഷെല്ലിങ്ങും മറ്റ് ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെ പാകിസ്ഥാൻ തുടർക്കഥയാക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഉറിയിലും ഷെല്ലിംഗ് നടക്കുകയാണ്. അപ്പോൾ പുലർച്ചെയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. പ്രകോപനം പാകിസ്ഥാൻ അഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ എത്രമാത്രം ഇന്ത്യ തിരിച്ചടിക്കുന്നുവോ അത്രമാത്രം പ്രകോപനവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്.